ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് റെഡീം കോഡും ഗൂഗിൾ പേ റെഡീം കോഡ്, ഫ്രീ ഫയർ ഡയമണ്ട്സ്, പേടിഎം ക്യാഷ്, പബ്ജി യൂസ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ആപ്ലിക്കേഷനെ പോലെ സെയിം അല്ല, ഇത് ഇത്തിരി വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ബാക്കി ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് തോന്നുമ്പോൾ വന്ന് കളിച്ചിട്ട് കോയിൻസ് ഉണ്ടാക്കും അങ്ങനെയാണ്. പക്ഷേ ഇതിലങ്ങനെയല്ല, ഇതിൽ ഇത്തിരി പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് സമയം കണ്ടിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മച്ചന്മാരെ, ഈ ആപ്ലിക്കേഷൻ്റെ ഒരു സ്പിൻ ഗെയിമർ എന്നാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ അവിടെ പിടിച്ച് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം സ്പിന്ന്, സ്ക്രാച്ച്, ഓഫർ വാൾ, റെഫറൻഡ്, ലക്കി ഡ്രോ, ഡെയിലി ബോണസ്, ഇത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇനി കോയിൻസ് ഏൺ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ മച്ചന്മാരെ, അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ആപ്പ് ചിലവർ ഉപയോഗിച്ചിട്ടുണ്ടാവും മുമ്പേ. അപ്പോൾ ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ കാണാം നിങ്ങൾക്ക് ഈ സ്ക്രാച്ചും സ്പിന്നൊക്കെ ചെയ്യാൻ പറ്റില്ല, ഒരു ബഗ് ഉണ്ടെന്നൊക്കെ. ശരിക്കും അത് ബഗ്ഗൊന്നുമല്ല, ശരിക്കും അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. ഈ ആപ്പുകാർ തന്നെ പറയുന്നുണ്ട് ഇത് തോന്നുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ടൈമുണ്ട്. അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ തെറ്റുവശിക്കണം എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തേക്കണത്. അപ്പോൾ മച്ചന്മാരെ, നിങ്ങൾ ഈ സ്ക്രാച്ചിൻ്റെ ഓപ്ഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് നമ്മൾ ഓൾറെഡി സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ സ്ക്രാച്ച് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കണേ. അത് സ്പിന്നിലൊക്കെയാലും അങ്ങനെ തന്നെ അവർ പറയുള്ളൂ. ബഗ്ഗാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ ആപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മെയിലിൽ നോക്കിയാൽ കാണാം, ഒരു അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം പോണ കാണാൻ പറ്റും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആപ്പിൽ കോയിൻസ് ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ പറ്റുന്നത് 11 മണിക്കും 5 മണിക്കും 9 മണിക്കാണ് പറ്റുന്നത്. ഇനി അത് വിചാരിച്ച് ഞങ്ങൾ ആരും ഡിലീറ്റ് ചെയ്ത് നിൽക്കേണ്ട. കാരണം ആ 3 സമയം മതി നമുക്ക് ഈസി ആയിട്ട് കോയിൻസ് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് കാരണം നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഇനി നമുക്ക് കോയിൻസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 11 മണിയാകുമ്പോഴേക്കും നമ്മൾ ചുമ്മാ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് കോയിൻസ് കിട്ടില്ല. അതിനൊരു ചെറിയൊരു ചടങ്ങുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ സ്ക്രാച്ചിൻ്റെ അവിടെ നിൽക്കിക്കാൻ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എനിക്ക് 7 സ്ക്രാച്ച് ലെഫ്റ്റ് ഉണ്ട്. ഞാൻ സ്ക്രാച്ച് ചെയ്തു. കോയിൻസ് കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ആഡ് കാണണം. ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 കോയിൻസ് എനിക്ക് കിട്ടിയത്. ആഡ് ചെയ്യുന്നപ്പോഴേക്കും എനിക്ക് 12 കോയിൻസായി. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് 20 ചിലപ്പോൾ 20 ചിലപ്പോൾ 2 ആവും, 4 ആവും, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ എല്ലാ സ്ക്രാച്ചിങ് കഴിയുമ്പോൾ ഒരു ആഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോയിൻസ് ആഡ് ആവുള്ളൂ. നിങ്ങൾക്ക് കണ്ട 20 ഇപ്പോൾ 16 അങ്ങനെയാണ്. അപ്പോൾ സ്പിന്നിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് തന്നെയാണ് കാണിക്കണേ. ഇങ്ങനെ കുറയും കൂടുമൊന്നുമില്ല, അതിൽ വന്നെ തന്നെയായിരിക്കും കാണിക്കണേ. സ്ക്രാച്ചിൽ മാത്രമാണ് ഇങ്ങനെ. അപ്പോൾ ഞാനിത് നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്തല്ല ഇത് ചെയ്തേക്കണേ. ഇതിനിപ്പോൾ 5 മണിക്കാണ് ചെയ്തേക്കണത്. നിങ്ങൾക്ക് മേളിൽ ടൈം നോക്കി എങ്ങനെ കാണാം, 5:01 അപ്പോൾ ആ സമയത്താണ് ഞാൻ ചെയ്തേക്കണത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 5 മണിയാകുമ്പോൾ തന്നെ ചുമ്മാ ഞെക്കിക്കാൻ ഒന്നും കിട്ടാൻ പോകണില്ല, അതിനൊരു വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ടൈം നോക്കിയാലേ കാണാൻ പറ്റും 4:59. 1 മിനിറ്റ് മുമ്പ് ഞാൻ ഈ ആപ്പിൽ കയറി. അപ്പോൾ അങ്ങനെ നിങ്ങൾ 1 മിനിറ്റ് മുമ്പ് കയറുന്നതായിരിക്കും നല്ലത്, എന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് മുമ്പ് കയറി. അപ്പോൾ എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഒന്നുകൂടെ നമുക്ക് ഓൺ ചെയ്യുക, വന്നില്ലെങ്കിൽ പിന്നെ ക്ലോസ് ചെയ്യുക, ഒന്നുകൂടെ എടുക്കുക. റെസിഡൻസിൽ നിന്ന് കളയണം, അത് മറക്കരുത്. അങ്ങനെ ചെയ്തുകൊണ്ട് 5 മണി, 5:02, 5:01 മാക്സിമം അത്ര തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. 5:03 അയക്കാനേ പറ്റില്ല, കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡെയിലി 2 മിനിറ്റ് വെച്ചായിരിക്കും വന്നേന്ന്. അപ്പോൾ ചെയ്ത് ലാസ്റ്റ് 5 മണിയാവും. എന്നിട്ടും വരില്ല. നമ്മൾ ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാം 5 മണിയായിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും വരുമില്ല. നമ്മൾ ഇത്ര നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്കത് പറ്റുള്ളൂ. കാരണം അവർ ഓൺ ചെയ്ത് നമ്മുടെ ഇവിടെ കിട്ടണ്ടേ, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ തന്നെ കാണിക്കാം. നമ്മൾ ചെയ്ത് ഇപ്പോൾ സ്പിന്നൊന്നും വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതായി വരും. അപ്പോൾ പക്ഷേ അവർ നമുക്ക് സ്പിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസമല്ല, ഒരു സമയത്ത് നമുക്ക് 10 സ്പിന്നും 10 സ്ക്രാച്ച് കാർഡാണ് നമുക്ക് ഇപ്പോൾ കിട്ടുള്ളൂ. ഇനി അടുത്ത സമയത്ത് അടുത്തത് ഇതാണ്. ഇപ്പോൾ ഞാൻ കയറിയേക്കുന്നത് 5 മണിയിലത്തെയാണ്. ഇനി 9 മണിയാകുമ്പോൾ നമുക്ക് പിന്നെയും 10 വെച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ഒറ്റയടിക്ക് കിട്ടില്ല. ഇനി അത് അറിയാണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ കാണണം. അപ്പോൾ ആവശ്യമാർ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ഓഫർ വാളാണ്. അവിടെ നിൽക്കിയാൽ നമുക്ക് എല്ലാ ഈ മണി മേക്കിംഗ് ആപ്പിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, കോയിൻസ് കിട്ടുക. അതുപോലെ തന്നെയാണ് ഈ ആപ്പിലും. അപ്പോൾ ഇതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് കോയിൻസ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത റെഡീം സെക്ഷൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ ഇതുവരെ ഏൺ ചെയ്ത കോയിൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത നമ്മൾ റെഡീം ഹിസ്റ്ററി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏതൊക്കെയാണ് റെഡീം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 45 രൂപയുടെ റെഡീം കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മൺഡേ ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ വെനസ്ഡേ ആയി, ഇതുവരെ കിട്ടിയിട്ടില്ല. നോക്കാം, കിട്ടിയെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇറക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്തത് റെഡീം നോക്കിക്കുകയാണെങ്കിൽ അവിടെ ഫ്രീ ഫയർ കാണാം. ഫ്രീ ഫയറിൽ നമുക്ക് 6000 കോയിൻസിന് 50 ഡയമണ്ട്, 12000 കോയിൻസിന് 100. പിന്നെ ഗൂഗിൾ പ്ലേക്ക് 6000, 45, 12000, 100. പിന്നെ നമുക്ക് പേടിഎം നോക്കുകയാണെങ്കിൽ 6000 രൂപ കോയിൻസിന് 45, 12000,
90 അങ്ങനെ ഉണ്ട്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന റെഫർ ആൻഡ് ഏൺ ആണ്. അപ്പോൾ ഇതിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടും. നമ്മുടെ ഈ നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടും. അപ്പോൾ നമ്മൾ ആ കോഡ് അടിച്ച് കയറുന്ന ആൾക്കാർക്കും നമ്മുടെ ഈ കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ലിങ്കും അതിൻ്റെ ഒപ്പം റെഫർ കോഡിന് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ റെഫർ കോഡ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ ലക്കി ഡ്രോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ശരിക്കും ലോട്ടറി പോലെയാണ്, ലക്ക് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് നൗ നോക്കിയിട്ട് നമുക്ക് ഇവിടെ കാണാം ഗെറ്റ് ടോക്കൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോക്കൺ കിട്ടും. അതിന് മുമ്പ് നമുക്ക് ലക്കി ഡ്രോയുടെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ വിന്നേഴ്സിനെ കാണാം. ഇത്ര പേരാണ് വിന്നേഴ്സ്. അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് വേറെ പേരാണ് കാണിക്കണം, മാറ്റിയിട്ടില്ല. അപ്പോൾ ഈ വിന്നേഴ്സിന് 10,000 കോയിൻസ് കിട്ടണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഗെറ്റ് ടോക്കൺ കിട്ടും. അവിടെ നിന്നൊക്കെയാണ് ഒരു ആഡ് വരും. ആഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ടോക്കൺ ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഫുൾ ഒരു എക്സ് കാണാൻ പറ്റും. അവിടെ ഒരു നമ്പർ വരും. പിന്നെ അവർ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മോശന്മാരെ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ നമ്മൾ ഇനിയും ഇങ്ങനത്തെ മണി ഏണിങ് ആപ്ലിക്കേഷൻ്റെയൊക്കെ നമ്മൾ വീഡിയോ ഇറക്കുന്നതായിരിക്കും. അതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചില സമയത്ത് ഗീവ് ഒക്കെ കൊടുക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കണേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.